ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്കിൽസ് ആൻഡ് സ്പൈസസ് വിത്ത് ആതിര. അതാണ്ട് ഈ ഓവറായിട്ട് എക്സ്പ്രഷൻ വാരി വിതിരി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഐറ്റം എന്താണെന്ന് അറിയാമോ? നമ്മൾ തട്ടിക്കുട്ട് ദോശ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ആ ദോശമാവിൽ നിന്നുണ്ടാക്കാവുന്ന ഒരു തട്ടിക്കുട്ട് വടയാണ് ഇത്. അപ്പോൾ അധികം ഉണ്ടായിരുന്ന കുറച്ച് ദോശമാവിലേക്ക് ഞാനൊരു സവാളയും കുറച്ച് ക്യാരറ്റും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് കുറച്ച് കോൺഫ്ലോർ, അരിപ്പൊടി, കടലമാവ് ഇത്രയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അധികം ലൂസ് അല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ, അധികം ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള എണ്ണയൊന്നും വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കൊരു ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് കോരി ഒഴിച്ച് ഇത് വട വറുത്ത് കോരിയെടുക്കാം. തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വേവിച്ച് മീഡിയം ഫ്ലെയിമിൽ വേണേൽ വെക്കാൻ. അപ്പോൾ ആകവും പുറമൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ദാണ്ട ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. ഇനി ഞാൻ സാറുമാർക്കൊന്ന് കൊണ്ട് കൊടുക്കാൻ പോവാണേ. എക്സ്പ്രഷൻ കണ്ടോണേ, അതാ നോക്കിക്കോ. കണ്ടില്ലേ? ഈ എക്സ്പ്രഷൻ കണ്ടാൽ അറിയില്ലേ? ഇത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നൊന്നുമല്ല, ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇതൊക്കെ ജെന്യുവിൻ ആയിട്ടുള്ള റിവ്യൂ ആണേ. അപ്പോൾ ഇതുപോലുള്ള തട്ടിക്കൂട്ട് റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.